സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ബദലായി പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും ഇന്നൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു. നമുക്കറിയാം, ആഗോള അയ്യപ്പ ഭക്ത സംഗമം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വിജയകരമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വിജയകരമാണ് എന്നത് പാർട്ടി തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നടത്തുന്ന ഈ പന്തളം കൊട്ടാരത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഈ അയ്യപ്പ ഭക്ത സംഗമം, ഇതിനെ എങ്ങനെ വിലയിരുത്താം? ഇതിൽ എത്രത്തോളം വിശ്വാസികളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തെ, സർക്കാർ നടത്തിയ സംഗമത്തെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് ആയിരിക്കുമോ ഈ ഒരു സംഗമം? മുഖ്യമന്ത്രി പിണറായി വിജയൻ തേങ്ങ ഉടച്ചു കഴിഞ്ഞപ്പോൾ എതിർഭാഗത്തുള്ളവർ ചിരട്ടയെങ്കിലും ഉടയ്ക്കട്ടെ. അതാണിപ്പം സംഭവിക്കുന്നത്. ഇപ്പം പന്തളത്ത് നടക്കുന്നതാണ്. അതായത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വല്ലാത്ത നറേഷനാണ് കൊടുക്കുന്നത്. ദേവസ്വം ബോർഡാണ് അതിന്റെ കണ്ടക്ടർ. പക്ഷെ ഒരിക്കൽ പോലും ദേവസ്വം ബോർഡിന്റെ പേര് വരാതെ പിണറായി അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നൊക്കെ PN വാസവൻ അങ്ങനെയുള്ള ഒരു നറേഷൻ സ്റ്റക്ക് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഇത് സംബന്ധിച്ച് അയ്യപ്പ സംഗമത്തിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നത്. ഇതിനകത്ത് കാതലായ ഒരു ചോദ്യം ചോദിക്കാൻ ഒരൊറ്റ ചോദ്യം ഇതിൻ്റെ അകത്ത് നിലവിലുള്ളൂ. ഭൗതികവാദിയായ ഇടതുപക്ഷ സർക്കാർ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നു വിശ്വാസത്തില്? പക്ഷേ അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ ഭൗതികവാദം അല്ല, അതിനെക്കാട്ടിലും കടുത്ത ഭൗതികവാദം ഉണ്ടായിരുന്നൊരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പം അത് നമ്മുടെ പാരമ്പര്യമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഈ പറയുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ കടന്നുകൂടും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീതയുടെ നിന്നും ഉദ്ധരിച്ച് അവിടെ സംസാരിക്കാൻ പറ്റിയത്. ഈ പറയുന്ന എന്താണ്, ആധുനിക ഭൗതികവാദം വെച്ച് പുലർത്തുന്നവർക്കാണ് ഇതൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിഷയം. പക്ഷേ ഇതിൻ്റെ വിശ്വാസികളുടെ പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ വിഷയം പറഞ്ഞിരുന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പുറത്ത് കാണുന്ന ദേവസ്വം ബോർഡിന്റെ ആയാലും അല്ലെങ്കിൽ ആചാരങ്ങളുടെ ആയാലും ഒക്കെ കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ചില നിലപാടുകളും മുന്നോട്ട് പോക്കുകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് അവർ പോക്കും. ഇത് സംഭവം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് കാര്യമായ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കില്ല. അതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് കുടുക്കിട്ട് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു എതിർ വിഭാഗവുമുണ്ട്. അതായത് നിങ്ങൾ ജനിച്ച മതത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ രേഖകളിൽ ചേർക്കുന്ന മതം ഇന്നതായതുകൊണ്ട് നിങ്ങൾ ഇന്ന വിശ്വാസപ്പെട്ട ആളാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ചില ആശയക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാനില്ല. അവര് ഈ പറയുന്ന ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവര് നെല്ലുദ്ധമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊക്കോട്ടെ, അതൊന്നും ഇതിൻ്റെ അകത്തെ ഒരു വിഷയമേ അല്ല. അപ്പോൾ അയ്യപ്പ സംഗമം, പമ്പയിലെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ തമ്പായിട്ട് ഗവൺമെന്റും ദേവസ്വം ബോർഡും പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് അതിന്റെ വികസനത്തിന് അയ്യപ്പന്മാരുടെ അല്ലെങ്കിൽ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ആളുകളുടെ, അവരെയാണ് അയ്യപ്പന്മാരെന്ന് വിളിക്കുന്നത്, അവരുടെ ഒരു സമ്മേളനവും അവരുടെ ഒപ്പീനിയൻ കളക്ഷനും പിന്നെ അവരുടെ ഒരു ഗ്യാതറിങ്ങും അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന ഗ്യാതറിംഗ് എന്ന് പറയുന്ന സംഗതിക്കകത്ത് CPM-ന് പ്രത്യേക ഒരു വിരുദുണ്ട്. ഇപ്പം നമ്മളുടെ മീഡിയ ഒക്കെ ഇത്രയധികം വികസിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും, ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും ആളുകളെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് സംസാരിക്കുന്നതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പാക്റ്റ് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതാണ് അവർ ചെയ്തത്. അപ്പൊ അത് കേട്ടിട്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ട് പോകുന്നവർ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവർ, അത് കാണുന്നവരൊക്കെ ഈ വിഭാഗങ്ങളെല്ലാം അതിനോട് റെസ്പോണ്ട് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ടാക്ടിക്സ് ആണ്, എല്ലാ കാലത്തുള്ള ടാക്ടിക്സ് ആണ്. അതുകൊണ്ടാണ് ഈ കാലത്ത് അവർ ജാഥ നടത്തുന്നത്.
ആളുകൾക്ക് എന്താണ് കൂലി കൊടുത്തിട്ടും കൂലിയും ബിരിയാണിയും മേടിച്ചു കൊടുത്തിട്ടാണ് ജാഥ നടത്തുന്നതെങ്കിൽ പോലും അവർ ജാഥ നടത്തുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ പ്രസൻറ്റേഷൻ, അവിടെ ഒരു മനുഷ്യനെ അവിടെ പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അതുവഴി അതിൻ്റെ രാഷ്ട്രീയം കളിക്കാൻ അവർക്കറിയാം. ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2021 എന്താണ് ശബരിമല പ്രശ്നവും വെള്ളപ്പൊക്കവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ, പിന്നീട് ആരോഗ്യവകുപ്പ് കോവിഡ് വന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ സർക്കാർ, അതായത് പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ വരുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ദീർഘദൃഷ്ടി കൊണ്ടാണ്. ഉമ്മൻചാണ്ടിയോട് പിണങ്ങി നിന്നിരുന്ന കേരള കോൺഗ്രസിനെ ഇവര് ഏറ്റെടുത്തു. ഏതാണ് LDF ഏറ്റെടുത്തു. ജോസ് കെ മാണി മാണിസാർ നേരത്തേക്ക് പോയി. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ ഇവര് ഏറ്റെടുത്തു. അവരെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏറ്റവും വലിയൊരു പരാജയമായി പോയി ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ വിട്ടുകളഞ്ഞത്. അപ്പം OC സാധാരണഗതിയിൽ വിചാരിച്ചത് ക്രിസ്ത്യൻ വോട്ടുകളെ റാലി ചെയ്യിക്കാനായിട്ട് കോൺഗ്രസിലെ ക്രിസ്ത്യാനികൾക്ക് കഴിയും എന്ന് വിചാരിച്ചു. മാണി സാർ ഇല്ല, ജോസ് കെ മാണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ജോസ് കെ മാണിയും CPM-ന്റെ മെഷീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വരാൻ പറ്റി. അതിനവർ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പം എന്താണ് റാന്നി സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടുകൊടുത്തു. രാജു അബ്രഹാമിന് EC വാക്ക് ഓവറുള്ള ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയാണ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് രാജു അബ്രഹാം. അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ളവരെ തന്നെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇത് കൊടുത്തു. പക്ഷെ പകരമായിട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് മാണി ഗ്രൂപ്പിന് വോട്ടുകൾ LDF-ലേക്ക് നീക്കിക്കൊടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കളി കളിക്കാനുള്ള കഴിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന 2018 2021 തെരഞ്ഞെടുപ്പില് അഭിമുഖീകരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ട് ശബരിമല സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. അത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെ കർട്ടൈൽ ചെയ്തു, അതിനെ മറച്ചെന്ന് മാത്രമല്ല, അന്ന് നവോത്ഥാന പുതിയ നവോത്ഥാനം നടത്തിയ വെള്ളാപ്പള്ളി, പുന്നല ശ്രീകുമാർ, അങ്ങനെയുള്ള എല്ലാ കക്ഷികളെയും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് എതിർത്ത് നിന്നിരുന്ന NSS-ഉം അനുകൂലിച്ചു. ചുരുക്കത്തിൽ സംഭവിച്ചത് ഇവരെല്ലാം വോട്ട് പിടിച്ചങ്ങോട്ട് കൊടുക്കും എന്നുള്ളതല്ല, ഇവരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ട് എന്ന് ഒരു ചിത്രം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മെച്ചം LDF-നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതില് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഇവരാരും, ഈ പറയുന്ന നേതാക്കന്മാരാരും വോട്ട് പിടിച്ചു കൊടുക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവരാരും പറഞ്ഞാൽ വോട്ട് കൊടുക്കുമെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അവര് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഇവരോട് അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായങ്ങളിലൊക്കെ ഉള്ള വ്യക്തികള് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഏതാണ് മെച്ചം, UDF-ന് വോട്ട് ചെയ്യുന്നതാണോ? UDF കംപ്ലീറ്റ് ആയിട്ട് ഈ അയ്യപ്പ സംഗമത്തെ നിരാകരിച്ചു, BJP നിരാകരിച്ചു. അപ്പം അതത്ര ശരിയല്ലല്ലോ എന്ന് ജനത്തിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 99 സീറ്റ് ചിലപ്പോൾ 110 സീറ്റായിട്ട് വർദ്ധിക്കാനിടയുണ്ട്. അത് ആ ഒരു ലാക്കിലായിരിക്കും LDF-ന്റെ ഇനിയുള്ള മൂവ്മെന്റ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ തർക്കങ്ങളും എതിർപ്പുകളും
സ്വാഭാവികമായിട്ടും പിന്നെയും പിന്നെയും LDFന് അനുകൂലമായിട്ടേ പോവുകയുള്ളൂ. ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന എന്താണ് അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ഗവൺമെന്റ് വിരുദ്ധ അയ്യപ്പ സംഗമം അതാണിപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അകത്ത് അതിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരാളിനെ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം പഴയ തമിഴ്നാട് BJP പ്രസിഡന്റിനെ ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ ഈ കളിക്കകത്ത് അവര് തമിഴ്നാട്ടിൽ നിന്ന് 2 പേരെ LDF ഇറക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഇറക്കി. ഇവിടെ ഈ സെവൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഫുട്ബോൾ കളിപ്പിക്കുന്ന പോലെ ഒരു രീതിയിലാണ് ഇപ്പൊ പന്തളത്ത് നമ്മളിപ്പോ കാണുന്നത്.